എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണപ്രിയ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മീനച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയായ എല്ലാ ചോറും ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2 കിലോ വെള്ളച്ചൂര മീനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേര, വറ്റ എന്നീ മീനൊക്കെ നിങ്ങൾക്ക് ഉറപ്പുള്ള മീനൊക്കെ എടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ കുറച്ച് മസാല ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും, 1 ടീസ്പൂൺ കായപ്പൊടിയും, പിന്നെ 1.25 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഉള്ളി വെളുത്തുള്ളി പേസ്റ്റും, ഒരു ശകലം മുളക് പൊടി മാത്രം ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്താണ് നമ്മൾ വറുക്കുന്നത്. മുളക് പൊടി പിന്നെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വറുക്കുമ്പോൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ മുളക് പൊടി ഒത്തിരി ചേർക്കുന്നില്ല, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് പുരട്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 30 മിനിറ്റോളം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ അച്ചാർ ഇടാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചേറെ വെളുത്തുള്ളി, ഏകദേശം 1 കപ്പ് വെളുത്തുള്ളി, അതേപോലെ നീളത്തി അരിഞ്ഞ ഇഞ്ചി 1 കപ്പ്, കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് നമുക്ക് എടുക്കാം. അതുപോലെ മുളക് പൊടി ഞാൻ 4 ടേബിൾ സ്പൂണായിട്ട് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എരിവുള്ളതും 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും. അതുപോലെ ആവശ്യത്തിന് കായം, നമ്മൾ ഓൾറെഡി കായം ചേർത്തിട്ടുണ്ട് വറക്കാൻ. കുറച്ച് നമ്മൾ ചാറിലോട്ടും ചേർക്കും. പിന്നെ വിനീഗർ ഒരു 4 ടേബിൾ സ്പൂണെങ്കിലും നമുക്ക് ചേർക്കേണ്ടി വരും. പിന്നെ നമുക്ക് പുളിയുടെ അനുസരിച്ച് നമുക്ക് കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിനി മീൻ വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. എപ്പോഴും അച്ചാറിടുമ്പോൾ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ആദ്യമേ കുറച്ച് കരിവേപ്പിലയാണ് വറുത്ത് കോരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മീനിൻ്റെ ഒരു സ്മെല്ല് ഒരുപാട് വരാതിരിക്കാൻ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ കരിവേപ്പില ആദ്യം ഇട്ട് വറുത്ത് കോരുവാണ്. എൻ്റെ അമ്മയാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ ചെയ്യാൻ. അതുകൊണ്ട് ഇത് ആദ്യമേ കരിവേപ്പില വറുത്ത് കോരുവാണ്. ഇനി ആ എണ്ണയിലോട്ട് നമുക്ക് കുറച്ചായിട്ട് മീൻ വറുത്ത് മാറ്റാം. എപ്പോഴും നമ്മൾ ഒരുപാട് മീനിട്ട് വറുത്ത് കോരുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോവും, നല്ല മൊരിഞ്ഞ് കിട്ടത്തുമില്ല. നമുക്ക് സാധാരണ മീൻ വറക്കുന്ന പോലെയല്ല നമുക്കിത് വറുക്കേണ്ടത്. നല്ലോണം ഇച്ചിരി കല്ലിപ്പ്, അതായത് ഇച്ചിരി കട്ടിക്ക് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങ് സോഫ്റ്റായിട്ട് വറുത്താൽ അച്ചാറിട്ടാൽ ശരിയായിട്ട് വരത്തില്ല. ഇച്ചിരി ഒരു കട്ടിക്ക് വറുത്തെടുക്കണം. നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട്. മീനും നല്ല അത്യാവശ്യം കട്ടി വന്നിട്ടുണ്ട്. അതേസമയം കരിഞ്ഞു പോകാനും പാടില്ല. ഇനി നമുക്കിത് കോരി മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ബാച്ചസായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മീൻ കോരി മാറ്റാം. കുറച്ചായിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ ഏകദേശം 2 പ്ലേറ്റോളം മീൻ ഇതുപോലെ വറുത്ത് കോരി ടിഷ്യൂ പേപ്പർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ എണ്ണ തന്നെയാണ് ഒന്ന് അരിച്ച് മാറ്റി വെച്ചിരുന്ന അതേ എണ്ണ ഉപയോഗിച്ച എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ അച്ചാർ റെഡിയാക്കാൻ വേണ്ടി. അപ്പം ഞാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയൂടെ നമുക്ക് ചേർക്കാം. കാരണം കൂടുതൽ മീനുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നല്ലെണ്ണയാണ് നല്ലത്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചുവന്നുള്ളി അത്യാവശ്യമൊന്നുമല്ല, ഞാൻ കുറച്ചുകൂടെ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുവന്നുള്ളി ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് നാൾ വെളിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കണ്ട. ഞങ്ങളുടെ ഇവിടുത്തെ ഏകദേശം 1 മാസമൊക്കെ ഇരിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് തീ അങ്ങ് കൂട്ടി വയ്ക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് കരിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ നന്നായിട്ട് കരിവേപ്പില ചേർത്തെങ്കിലും കരിവേപ്പില ഉള്ളത് നല്ലതാണ്. നല്ല അച്ചാറിന് നല്ലൊരു മണവും രുചിയൊക്കെ വരും കരിവേപ്പില ഉണ്ടെങ്കിൽ. പ്രത്യേകിച്ച് മീൻ അച്ചാറിന് നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടാം. അത്ര ടേസ്റ്റാണ്. അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് ഈ എണ്ണയിൽ കിടന്ന്. അപ്പം നമുക്കിനി തീ ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കാം. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് 4 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അച്ചാറിന് സ്വല്പം എരിയൊക്കെ വേണം, അതേസമയം ഇച്ചിരി കളറും വേണം. അതുകൊണ്ടാണ് ഇത് ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്.
നമുക്ക് ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞ് പോവും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ. ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഉപ്പ് അത്യാവശ്യം അച്ചാറിന് നന്നായിട്ട് വേണം, അപ്പം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കുവാണ്. മീൻ വറുത്തപ്പോൾ കായപ്പൊടി ചേർത്തെങ്കിലും കുറച്ച് കായപ്പൊടിയും അതേപോലെ വിനീഗർ, അതായത് ഒരു 4 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉലുവ ചേർക്കുന്നില്ല. മീൻ വറുത്തപ്പോൾ തന്നെ നമ്മൾ ഉലുവ നന്നായിട്ട് ചേർത്തിട്ടാണ് വറുത്തത്. വീണ്ടും ചേർക്കുമ്പോൾ ചിലപ്പോൾ കയ്പ്പ് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പോ മറ്റോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ഇത്തിരി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി, അതായത് ചാറ് ഏകദേശം റെഡിയായി. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇച്ചിരി ഏറെ മീനുണ്ട്. അപ്പം നിങ്ങളെപ്പോഴും ആ ചാറ് നല്ലോണം വേണമെന്നുള്ളവർ മീൻ കുറച്ച് ചാറ് കൂട്ടിയെടുക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് ചാറ് വേണമെന്നില്ല, ഇതൊന്നും പുരട്ടി എടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 2-2.25 കിലോളം മീനുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ള അച്ചാറിൻ്റെ പോലെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചാറൊന്നും ഈ മീനച്ചാറിൽ കിട്ടത്തില്ല. ഏകദേശം ഇങ്ങനെ പുരണ്ടിരിക്കുന്ന പോലത്തെ ഒരു അച്ചാറായിരിക്കും. നന്നായിട്ട് നിങ്ങളത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇരുന്നിരുന്നായിരിക്കും ടേസ്റ്റ് വരുന്നത്. നമ്മൾ ഇട്ടതിൻ്റെ അന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയ രുചിയൊന്നും തോന്നത്തില്ല. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും കഴിഞ്ഞ് നിങ്ങൾ കൂട്ടുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലോട്ട് ചൂടാറിയ ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അച്ചാറൊക്കെ ഞാൻ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സ്വാദുള്ള അച്ചാറാണ്. ഓരോ ദിവസം കൂടുന്തോറും രുചി കൂടി വരത്തേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാറുണ്ട്. ചോറിനാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ചെറിയൊരു രസമോ അല്ലെങ്കിൽ ഒരു മോര് കറിയോ അല്ലെങ്കിൽ കുറച്ച് തൈരാണെങ്കിൽ കൂടി ഈ അച്ചാറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇതുപോലൊരു മീനച്ചാർ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ട് വീട്ടിൽ സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ടാറ്റ, ബൈ.